ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. തന്ത്രിയുടെ പങ്കാളിത്തം തെളിയിക്കാൻ SITക്ക് സാധിച്ചില്ല. തന്ത്രിയുടെ പങ്കാളിത്തം തെളിയിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. തന്ത്രിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. AV ജയശങ്കറും ഹരിമോഹനുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം AV ജയശങ്കറിലേക്ക് കടക്കുകയാണ്. ജയശങ്കർ, 41-ാം ദിവസം ജാമ്യം ലഭിച്ച തന്ത്രി പുറത്തിറങ്ങുമ്പോൾ കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതായത് തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല, അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് എന്താണെന്ന് തെളിയിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഏറെ ഗൗരവതരമായ കാര്യമല്ലേ ജയശങ്കർ അത്? അതായത് ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന SITക്ക് വലിയ തിരിച്ചടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ തന്ത്രിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി വിലയിരുത്തുന്നത്. ദ്വാരപാലകപ്പാളി കേസിലും കട്ടിലപ്പാളി കേസിലും തന്ത്രിക്കെതിരെ ഒരു തെളിവ് പോലുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ സാമ്പത്തികപരമായ തന്ത്രിയുടെ ഇടപാടുകൾ സംബന്ധിച്ച വാദമുഖങ്ങൾ കോടതിയിൽ തുറന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്ത്രിയുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാനായിട്ടില്ല. ഈ ശബരിമലയെ സംബന്ധിച്ച് തന്ത്രിക്ക് താന്ത്രികപരമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് താന്ത്രികപരമായ കാര്യത്തിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാനാകൂ എന്നാണ് കോടതി വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഭരണപരമായ ചുമതല തന്ത്രിക്കില്ല. പിന്നെ എങ്ങനെ തന്ത്രിയെ പ്രതിയാക്കും എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും N വാസുവും ഒക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ അതൊക്കെ സ്വാഭാവിക ജാമ്യമായിരുന്നു. പക്ഷേ തന്ത്രിയുടെ ജാമ്യം അത് 41-ാം ദിവസമാണ്. സ്വാഭാവിക ജാമ്യമില്ല. നേരിട്ട് തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്ത്രിയെ പുറത്തേക്ക് വിടുകയായിരുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ്. ഈ ജാമ്യ ഉത്തരവ് തന്നെ വായിക്കുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച എല്ലാ തെളിവുകളും തള്ളിക്കൊണ്ട് തന്ത്രിയെ കോടതി ജയിൽ മോചിതനാക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ SIT വലിയ തോതിലുള്ള വാദമുഖങ്ങൾ തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു. എല്ലാം തന്ത്രിയുടെ അറിവോടെയാണ് കട്ടിലപ്പാളി കൊണ്ടുപോയതും ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതും ഒക്കെ തന്ത്രിയുടെ അറിവോടെയാണ്. തന്ത്രി പല പേപ്പറുകളിലും ഒപ്പിട്ടു എന്നൊക്കെയാണ് അന്ന് SIT പറഞ്ഞത്. പക്ഷേ ആ വാദമുഖങ്ങളൊക്കെ കോടതി തള്ളുന്നു. തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന ഒരു പ്രാഥമിക കണ്ടെത്തലേക്ക് കോടതി എത്തുന്നു. ഇത് വിചാരണാഘട്ടമല്ല. പക്ഷേ എങ്കിൽ കൂടി ഈ 41-ാം ദിവസം ശബരിമല സ്വർണ്ണ കേസിൽ മറ്റ് പ്രതികളൊക്കെ തന്നെ 90 ദിവസം പൂർത്തിയായി പുറത്തിറങ്ങുമ്പോൾ തന്ത്രിക്ക് 41-ാം ദിവസം പുറത്തിറങ്ങണമെങ്കിൽ അതിന് കൃത്യമായ തെളിവില്ലായ്മയാണ്. SITയുടെ വീഴ്ചയാണ് ഇപ്പോഴെന്തായാലും ഈ കോടതി ഉത്തരവിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. ആര്യ, തീർച്ചയായും AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഹരിമോഹനിലേക്ക് കൂടി പോവുകയാണ്. ഹരിമോഹൻ, ഇപ്പോൾ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം തന്ത്രിയുടെ അറിവോടെയാണ് എന്നുള്ള വാദം മുൻനിർത്തിക്കൊണ്ടായിരുന്നു SIT പ്രതിപട്ടികയിലേക്ക് തന്ത്രിയെ എത്തിച്ചത്. അറസ്റ്റ് നടന്നത് 41 ദിവസം ജയിലിൽ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്ത്രിക്കെതിരെ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ SITക്ക് സാധിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ SITയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണല്ലോ. നമുക്കറിയാം, തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് പല കോണിൽ നിന്ന് പല തരത്തിലുള്ള വിമർശനങ്ങൾ SIT നേരിട്ടതാണ്. പലതരത്തിൽ അതൊരു വിവാദങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ ഒരു തെളിവും ഇല്ലാതെയാണ് SIT തന്ത്രിയെ പ്രതിപട്ടികയിലേക്ക് എത്തിച്ചത് എന്ന തരത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരില്ലേ? SITയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹരിമോഹൻ? ആര്യ, തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. SITക്ക് ഉണ്ടാകാൻ കഴിയുന്ന അല്ലെങ്കിൽ SITക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തന്ത്രിയുടേത്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിനേക്കാൾ വലിയ തിരിച്ചടി തന്നെയാണ് തന്ത്രിയുടെ ജാമ്യം എന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെളിവുകളുടെ കാര്യം പറയുമ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഒരു കാര്യം എടുത്ത ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ഒരേ ഒരു കാര്യം തന്ത്രി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ പ്രതി ചേർത്തിട്ടുള്ളത്. അതിനുള്ള തെളിവുകൾ പിന്നീട് ഹാജരാക്കാനും SITക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതായത് 18/6/2019 ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ദേവന്റെ അനുജ്ഞ അത് രേഖാമൂലം തന്ത്രി എഴുതി കൊടുത്തിരുന്നു ദേവസ്വം ബോർഡിന്. ആ അനുജ്ഞ നൽകിയതിന്റെ പേരിൽ മാത്രം തന്ത്രി എങ്ങനെയാണ് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതി ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളി ആയതുകൊണ്ടാണ് ഈ അനുജ്ഞ നൽകിയതെങ്കിൽ തന്ത്രി അതിനോടൊപ്പം ഉണ്ടായിരുന്ന മഹസറുകൾ, അതായത് കട്ടിളപ്പാളി തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മഹസറുണ്ട്, ദ്വാരപാലക പാളി കൊണ്ടുപോകുന്ന സമയത്ത് 2 മഹസറുണ്ട്. ഇതിൽ ഒരു മഹസറിൽ തന്ത്രി
ഒപ്പിട്ടിട്ടില്ല. ഇതിലെല്ലാം തന്ത്രി ഒപ്പിടുമായിരുന്നു. ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഇതിനകത്തെല്ലാം തന്ത്രി പങ്കാളിയാകുമായിരുന്നു. ഒരെണ്ണത്തിൽ ഒപ്പിടാതെ മറ്റൊരെണ്ണത്തിൽ ഒപ്പിട്ട് ഒരനുജ്ഞ നൽകി മറ്റൊരു അനുജ്ഞ നൽകാതിരിക്കുക. അതായത് SIT ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ദ്വാരപാലക പാളിയിലെയും പ്രതിസ്ഥാനത്തേക്ക് തന്ത്രിയെ എത്തിച്ച കാരണങ്ങളെന്ന് SIT വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ കോടതിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ തന്ത്രിയുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT പലതവണ കോടതിയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പല ധനകാര്യ സ്ഥാപനങ്ങളിലും തന്ത്രി പണം നിക്ഷേപിച്ചിട്ടുണ്ട്, തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ പണമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ പണമൊക്കെ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ട് ലഭിച്ചതാണോ, അല്ലെങ്കിൽ സ്വർണം അപഹരിച്ചതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതാണോ ഈ പണമൊക്കെ, അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഒന്നുമില്ലാതിരുന്ന തന്ത്രി കണ്ഠർ രാജീവരെ പിന്നീട് പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്ന ഘട്ടത്തിൽ SITക്ക് വേണ്ടിയിരുന്നത് നിർണായകമായിട്ടുള്ള തന്ത്രിയുടെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കാൻ തക്ക ശേഷിയുള്ള തെളിവുകളായിരുന്നു. പക്ഷേ ആ തെളിവുകളൊന്നും SITയുടെ പക്കലേക്ക് ചെന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ 41ാമത്തെ ദിവസം അറസ്റ്റിലായി 41ാമത്തെ ദിവസം തന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതിനകത്തുനിന്ന് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് ഈ ശബരിമലയിലെ ഉരുപ്പടികളിൽ ഒന്നും തന്നെ നേരിട്ട് അതിന്റെ ഉടമസ്ഥാവകാശം തന്ത്രിക്കില്ല എന്ന് തന്നെ കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ചില ഉരുപ്പടികളുണ്ട് സന്നിധാനത്ത്, വിഗ്രഹം അടക്കമുള്ളവ. അതിലൊക്കെയാണ് തന്ത്രിക്ക് ചില അവകാശങ്ങൾ, താന്ത്രിക അവകാശങ്ങളൊക്കെ തന്നെയുള്ളത്. മറിച്ച് ദ്വാരപാലകപാളിയും കട്ടിളപ്പാളിയും ശ്രീകോവിലും എല്ലാം തന്നെ ഈ പൂജ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ തന്ത്രിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല. അതെല്ലാം ദേവസ്വം മാനുവൽ തന്നെ പ്രകാരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉരുപ്പടികളാണ്. അതിൽ അന്തിമ തീരുമാനം അതിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണെങ്കിലും അതിൽ എന്ത് ചെയ്യാനാണെങ്കിലും അതിലൊരു തീരുമാനം എടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. തന്ത്രിക്ക് ആ തീരുമാനത്തെ അട്ടിമറിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആര്യ, തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്ത്രിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. സമഗ്രമായ വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.